പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ സഭായോഗം മധ്യേ വായിച്ച തിരുവചന ഭാഗം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിനെ പ്രിയ തോമസങ്ങൾ വായിച്ചപ്പോൾ ഒരു തലക്കെട്ട് പറയുന്നത് പോലെ നീതീകരണം വിശ്വാസത്തിലൂടെ എന്നുള്ളൊരു തലക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ എന്നെ ചിന്തിപ്പിച്ച വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അവന്റെ കൃപയാ ക്രിസ്തു യേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. നമ്മെ സംബന്ധിച്ച് നമുക്ക് രക്ഷ കൈവന്നതായിട്ടുള്ള ഒരു സ്വർഗീയ സത്യമാണ് പൗലോസ് എഴുതി വച്ചിരിക്കുന്നത്. നമുക്ക് നീതീകരണം ലഭിച്ചത് എന്തെങ്കിലും പ്രവർത്തിച്ചത് കൊണ്ടല്ല, മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ കർത്താവിനെ പിതാവായ ദൈവം ആ ക്രൂശിൽ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗജന്യമായി രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ഒരു അവസരം ദൈവം നൽകിയിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ വായിച്ചത്. അത് വിശ്വാസത്താലാണ് ലഭിക്കുന്നത് എന്നും വായിച്ചു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ് എന്ന് തിരുവചനം അസന്നിഗ്ധമായി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുമില്ല പാപം ചെയ്യാത്തത്, എല്ലാവരും പാപികളാണ്. എന്നാൽ പാപികളായ മനുഷ്യർക്ക് വേണ്ടി പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരുക്കിയ ഈ കാൽവരി യാഗത്തിലൂടെ ദൈവം ചെയ്തെടുത്ത രക്ഷണ പദ്ധതി അതൊരു പരസ്യമായി നമ്മുടെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, എൻ്റെ ക്ഷമയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്ഷമയിൽ നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് നമ്മെ വിശ്വാസത്തിലൂടെ നീതീകരണം പ്രാപിച്ചവരായി നീതിമാന്മാരാക്കി ദൈവം തീർത്തിരിക്കുകയാണ്. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ ദാനധർമ്മങ്ങൾ കൊണ്ടല്ല, ഇതൊന്നുകൊണ്ടുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ നമുക്ക് സൗജന്യമായ രക്ഷ വന്നിരിക്കുകയാണ്. അങ്ങനെ സൗജന്യമായ രക്ഷ ലഭിച്ച് ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എൻ്റെ മുൻപിൽ ഇരിക്കുന്നത്. ഈ വചനഭാഗം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു ചിന്ത എന്ന് പറയുന്നത് 3 ഹെഡിങ്ങുകളാണ് ഇതിനുള്ളത്. എന്ന് പറഞ്ഞാൽ രക്ഷയും പാപവും ശിക്ഷയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനുഷ്യൻ വ്യത്യസ്തമായ നിലകളിൽ പാപം ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ മനുഷ്യനെ വ്യത്യസ്തമായ നിലകളിൽ ശിക്ഷിക്കുവാനും ദൈവം അത് വചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അവനവൻ ചെയ്യുന്ന ആ പാപപ്രവൃത്തിക്ക് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലായാലും അങ്ങനെ തന്നെയല്ലേ? വ്യത്യസ്തമായ പാപങ്ങളുണ്ട്. ചെറിയ പാപങ്ങളുണ്ട്, വലിയ പാപങ്ങളുണ്ട്, വലിയ തെറ്റുകളുണ്ട്, ചെറിയ തെറ്റുകളുണ്ട്. അപ്പോൾ തന്നെ ശിക്ഷാ നടപടികളും ചെറുതുമുണ്ട്, വലുതുമുണ്ട്, അല്ലേ? ചിലരൊക്കെ 6 മാസം ജയിലിൽ കിടക്കും, ചിലരൊക്കെ ചിലപ്പോൾ 8 വർഷവും 10 വർഷവും കിടക്കും, ചിലർ ആജീവനാന്തം കിടക്കും, അല്ലേ? ചിലർ തൂക്കിക്കൊല്ലും. ഇങ്ങനെ ഇത് പാപത്തിൻ്റെ ആ കാഠിന്യം അനുസരിച്ചാണ് മനുഷ്യനെ നമ്മുടെ ഗവൺമെന്റും ശിക്ഷിക്കുന്നത്. ഇതേപോലെ തന്നെ ദൈവിക സംവിധാനത്തിലും ദൈവം ഒരു രക്ഷ ഒരുക്കിയിട്ട് ആ രക്ഷയ്ക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്നവർക്ക് അവരുടെ പാപവും അതിൻ്റെ പാപത്തിൻ്റെ അളവും തൂക്കവും തൂക്കി നോക്കി തക്കതായ ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് 1-2 വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. എഫെസ് ലേഖനം 1-7 വാക്യത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് ഏതാനും വാക്യങ്ങളെ ഒന്ന് വായിച്ച് നമ്മളെ ചാരത്തും ദൂരത്തുമായി കേൾക്കുന്ന പ്രിയപ്പെട്ടവർ അത് കേട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. അതിനുശേഷമാണ് പാപത്തെക്കുറിച്ചും അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാറുള്ളത്. വായിക്കാം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുക്രിസ്തുവിനാൽ രക്ഷയും പാപമോചനവും നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് എഫെസ് ലേഖനം 1-7 പറയുന്നത്. കൊലോസ്യ ലേഖനം 1-14 വാക്യം കൂടി വായിക്കാം. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്.
യേശുക്രിസ്തുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശുക്രിസ്തുവിലാണ് നമുക്ക് പാപത്തിൽ നിന്നുള്ള മോചനമുള്ളത് എന്നുള്ളത് വചനം പറയുകയാണ്. കൊലോസ്യ ലേഖനം 2:13 കൂടി. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനോട് കൂടെ നമ്മളെ ജീവിപ്പിച്ചു എന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. തന്നെയല്ല, യേശുക്രിസ്തുവിൽ സകല പാപങ്ങളും ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. ഒരു കാലഘട്ടത്ത് പാപങ്ങളാലും അതിക്രമങ്ങളാലും നിറഞ്ഞിരുന്ന നമ്മെ, പാപത്തിന്റെ ശമ്പളമായ മരണമായിരുന്നു നമ്മളെ കാത്തിരുന്നതെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്കൊരു നിത്യജീവനും പാപക്ഷമയും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. 1 തിമോഥെയോസ് 1:15 കൂടി. യേശുക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമായ വചനമാകുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ ഈ ലോകത്ത് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളും പാപം ഒന്ന് ക്ഷമിച്ച് കിട്ടുവാൻ അനേകം പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി ചെയ്യാൻ കഴിയുക? അതെല്ലാം മാനുഷികമായ ഉപദേശത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് പലതും ചെയ്യുന്നവരാണ്. പാപം ഒന്ന് ക്ഷമിച്ച് കിട്ടുവാൻ, തലമുറകളുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുവാൻ, എൻ്റെ കുടുംബത്തിലെ ശാപം മാറി കിട്ടുവാൻ, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. പാപമോചനത്തിന് വേണ്ടി എത്രയോ തീർത്ഥാടനങ്ങൾ നടത്തുന്നു, പാപമോചനത്തിന് വേണ്ടി എത്രയോ പ്രവർത്തികളെ ചെയ്യുന്നു അല്ലെ? അറിവില്ലാത്ത ജനം നശിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ വ്യർത്ഥമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരവരുടെ പാപത്തിൽ തന്നെ തുടരുകയും പാപത്തിന്റെ ശമ്പളമായ മരണത്തിലേക്ക് അവർ എത്തിപ്പെടുകയും ചെയ്യും. എന്നാൽ വചനം വ്യക്തമായി ഇവിടെ പറയുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 4:12 പറയുകയാണ്, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരുവന് പാപമോചനം വേണോ? നിത്യരക്ഷ വേണോ? നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ദൈവം ഒരൊറ്റ നാമം മാത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അപ്പോൾ ഒരു പാപിയായ മനുഷ്യന് രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നിരന്നുകൊണ്ട്, അല്ലെങ്കിൽ പാപം ക്ഷമിക്കപ്പെട്ടുകൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തിരുവചനം 4-5 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ? പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 6:22-23 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് അതിനോടുള്ള ബന്ധത്തിൽ വായിക്കാം. ഇങ്ങനെ വായിക്കുകയാണ്, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു അനുഭവം, നാശത്തിൽ നിന്നും അല്ലെങ്കിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് നിത്യജീവൻ, എറ്റേണൽ ലൈഫ്. നമുക്കറിയാം, ഞാനൊരു കത്തോലിക്ക സഭയിൽ ജനിച്ച് വളർത്തപ്പെട്ടവനാണ്. മരണാനന്തര കർമ്മങ്ങളിൽ ഒരു സമയത്ത് വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ അതിനുവേണ്ടി 41 ആണ്ട്, ഇത് കഴിയുമ്പോൾ വീണ്ടും ഒരു ആണ്ട്, ഇത് കഴിയുമ്പോൾ 5-ാമത്തെ ആണ്ട്, 6-ാമത്തെ ആണ്ട്, 10-ാമത്തെ ആണ്ട് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് കഴിയുന്നിടത്തോളം 25-30 കൊല്ലം ആണ്ടുകൾ നടത്തി ഈ മരിച്ചുപോയ പ്രിയപ്പെട്ടവനെ, പ്രിയപ്പെട്ടവളെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ നോക്കുന്നവരാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചത്ത കൊച്ചിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല, ജീവിച്ചിരിക്കുന്ന കൊച്ചിന്റെ ജാതകം നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പഴയ നിയമം പഠിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, ഈ ലക്ഷണവിദ്യക്കാരെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെയും ദേശത്ത് നിന്ന് അടിച്ചു പുറത്താക്കണമെന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഇസ്രായേലിൽ ഒരു നിയമമാണ്. ഇസ്രായേൽ ഏകദൈവ വിശ്വാസികളായി ആ ദൈവത്തിന്റെ ജനമായി ഇസ്രായേൽ ജനം ഇങ്ങനെ കഴിയുമ്പോൾ അവിടെ പറയുകയാണ്, ആഭിചാരം, പ്രശ്നം നോക്കുന്നവര്, ഇങ്ങനെയുള്ളവരെ ദേശത്ത് ജീവിക്കുവാൻ അനുവദിക്കരുത്. കാരണം എന്താ? അവർ ദൈവികമായിട്ടല്ല അങ്ങനെ ചെയ്യുന്നത്, പൈശാചികമായിട്ടാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു വാദം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇന്ന് നമ്മുടെ ഗവൺമെന്റ് നമ്മളെ ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, ഇവരൊക്കെ നമ്മൾ ഭരിക്കുമ്പോൾ ആ ഭരണത്തിന് കീഴിൽ നമ്മൾ ആയിരിക്കേണ്ടത് ആവശ്യമാണ് അല്ലേ? മറിച്ച് ഈ ഭരണത്തെ ഒന്ന് അട്ടിമറിക്കാമെന്ന് കരുതിക്കൊണ്ട് നമ്മൾ കുറച്ച് പേർ എന്തെങ്കിലും തുനിഞ്ഞാൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും? അവർ അതിനെ തച്ചുടയ്ക്കുവാൻ, അല്ലെങ്കിൽ നമ്മളെ
എല്ലാവരെയും ഇവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അങ്ങനെ ഒരു പ്രവണതയെ അവസാനിപ്പിച്ചു കളയും. ശരിയല്ലേ? ഗവൺമെന്റിനെതിരെ പൊങ്ങുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭരണത്തിന് വിരോധമായി പൊന്തുന്ന എല്ലാ സംവിധാനത്തെയും കീഴടക്കി നശിപ്പിച്ചു കളയുവാൻ ഗവൺമെന്റിന് അധികാരമുള്ളതുപോലെ സ്വർഗത്തിലെ ദൈവമായിരിക്കുമ്പോൾ ദൈവമല്ലാത്തതിനെ ആരാധിക്കുകയും അതിലേക്ക് ആളുകളെ മാറ്റിക്കളയാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരെ ന്യായം വിധിക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? ദൈവത്തിന് അധികാരമുണ്ട്. അപ്പോൾ ദൈവിക ഗവൺമെന്റും ചില കാര്യങ്ങളെ ചെയ്യും. നാം അതിനും കീഴ്പ്പെട്ടവരാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ഗവൺമെന്റിനും കീഴ്പ്പെട്ടവരാണ്. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇങ്ങനെയുള്ള ആളുകളൊക്കെയും എന്ത് ചെയ്യണം? നിങ്ങൾ ദേശത്ത് നിന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ അവരൊക്കെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. ഇന്നങ്ങനെ നിയമമില്ല. ആരും ആരെയും കല്ലെറിയാൻ നിൽക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഇസ്രായേലിൽ അങ്ങനെ നിയമം ഉണ്ടായിരുന്നു. കാരണം എന്താ? പരമോന്നതനായ ദൈവം തീരുമാനിക്കും, അത് ജനം അനുസരിക്കണം. അതിന് വിരോധമായി ചെയ്യുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലുവാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികളിലൂടെ നാമവിശേഷമാക്കി കളയുവാനും ദൈവം തുനിഞ്ഞിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച ഈ ഭാഗം നമ്മൾ ചിന്തിച്ചപ്പോൾ രക്ഷയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ അല്ലാതെ നമുക്കൊരു രക്ഷാമാർഗമില്ല. വചനം വളരെ വ്യക്തമായി നമുക്കത് ഉറപ്പ് നൽകുകയാണ്. ആ അർത്ഥത്തിൽ ഇപ്പോൾ വായിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ നിത്യജീവൻ പ്രാപിച്ചവരാണ്. ആ ഒരു ഉറപ്പും ആ ഒരു പ്രത്യാശയുമുള്ളവരാണ് കർത്താവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ കർത്താവ് നിവർത്തിക്കുക തന്നെ ചെയ്യും. യോശുവയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നും അവിടുന്ന് നിറവേറ്റാതിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? പഴയ നിയമ പുറപ്പാടിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ജനത്തോട് ദൈവം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലൊന്നും നിവർത്തി കാണാതെ പോയിട്ടില്ല. അതെല്ലാം നിവർത്തിച്ചു ദൈവം എന്ത് ചെയ്തു? പറഞ്ഞതെല്ലാം ചെയ്തു കൊടുത്തു എന്നാ പറയുന്നത്. എങ്കിൽ ഇപ്പോൾ പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ഇനി നമ്മൾ കർത്താവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മളോടും ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോടും ദൈവം പറഞ്ഞതായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ ദൈവം കുറവ് വരുത്തുമോ? അല്ലെങ്കിൽ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയാതെ പോകുമോ? ഒരിക്കലുമില്ല. ദൈവം നമ്മളോട് ചെയ്ത വാഗ്ദത്തം എല്ലാം ഒന്നുപോലും വിട്ടുകളയാതെ ദൈവം നിവർത്തിക്കും. അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് നമ്മളെ സ്വർഗത്തിലേക്ക് റാപ്ചറായി കൊണ്ടുപോകുക എന്നുള്ളത്. കർത്താവ് അതും ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. ഈ ഉറപ്പിലും പ്രത്യാശയിലും നമുക്കായിരിക്കാം. ദൈവസഭ അതിലാണ് ഇരിക്കുന്നതെന്നും നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ ഇന്നും അനേകര് രക്ഷിക്കപ്പെടാതെ പാപത്തിൽ തന്നെ തുടർന്നു പോകുന്നവരുണ്ട്, അല്ലേ? എന്നാൽ അവർക്കൊരു ആഗ്രഹമുണ്ട്, പാപത്തിൽ നിന്നൊരു വിടുതല വേണം, അല്ലേ? ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പാപനിമിത്തമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയുടെ ശാപം പാപനിമിത്തമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലേ? ഇവരൊക്കെയും പല വിധത്തിലുള്ള പോംവഴികൾ തേടി ഇങ്ങനെ നടക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സൗജന്യ രക്ഷ ഏറ്റെടുക്കുവാൻ വിമുഖത കാണിക്കുന്നവരാണെങ്കിൽ തുടർന്ന് പറയാൻ പോകുന്ന പാപത്തെക്കുറിച്ചും അതിൻ്റെ പരിണിത ഫലമായ അതിൻ്റെ മരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചും ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വ്യത്യസ്ത നിലകളിലുള്ള പാപത്തെക്കുറിച്ചാണ്. വ്യത്യസ്ത നിലകളിലുള്ള പാപം നമുക്കറിയാം. ചെറിയ തെറ്റുകളുമുണ്ട്, വലിയ തെറ്റുകളുമുണ്ട്. ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ ചെറിയ ശിക്ഷകൾ കിട്ടും, വലിയ പാപങ്ങൾ തെറ്റുകൾ ചെയ്യുമ്പോൾ വലിയ ശിക്ഷകൾ കിട്ടും. അത് ഈ ലോകത്ത് തന്നെ ഒരു വ്യവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ദൈവസന്നിധിയിലും പാപങ്ങളെ ദൈവം കാണുന്നത് ചെറുതും വലുതുമായിട്ട് തന്നെയാണ്. നമുക്ക് ഒന്ന് രണ്ട് വചനങ്ങൾ പെട്ടെന്നൊന്ന് ചിന്തിച്ചു പോകാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. പിലാത്തോസിനോട് പറയുന്ന വാക്കുകളാണ്: എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചു തന്നവന് അധികം പാപമുണ്ട്. അധികം പാപം. ഞാൻ ആ വാക്കുകളെ മാത്രം ഒന്ന് പറഞ്ഞ് പരാമർശിച്ചു പോകാം. ഉൽപ്പത്തി 18-20 വാക്യത്തിൽ പറയുകയാണ്, സൊദോം ഗൊമോറ അവരുടെ പാപം അതികഠിനമാകുന്നു. അപ്പോൾ നേരത്തെ എന്താ പറഞ്ഞത്? അധികം പാപമുണ്ട്, അതികഠിനമായ പാപമാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, മനുഷ്യന്റെ ഏത് പാപവും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അത് ക്ഷമിക്കപ്പെടുകയില്ല. തന്നെയുമല്ല, 1 യോഹന്നാൻ 5:14 പറയുകയാണ്, മരണത്തിനുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപവുമുണ്ട്. പാപത്തിന്റെ വ്യത്യസ്തതകൾ നമുക്ക് ഈ വചനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? ഇവിടെയെല്ലാം ദൈവം പറയുന്ന ആ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒന്ന് പറയട്ടെ. അധികം പാപം, മഹാപാപം, സ്വമേധാപാപം,
മഹാപാപം, അപ്പോൾ തന്നെ അതികഠിനമായ പാപം, ആത്മാവിനെതിരെയുള്ള പാപം, മരണത്തിനുള്ള പാപം, മരണത്തിനല്ലാത്ത പാപം. പാപങ്ങളെ നമ്മൾ തിരിച്ച് എഴുതുമ്പോൾ വ്യത്യസ്ത നിലകളിലുള്ള പാപമുണ്ട്. ഈ കൃപായുഗത്തിലും വ്യത്യസ്ത നിലകളിലുള്ള പാപമുണ്ട്. അവിടെയെല്ലാം ഇവിടെ പറയുകയാണ്, ദൈവം തന്റെ ക്ഷമയിൽ, പൊറുമയിൽ നമ്മുടെ പാപങ്ങൾ ദൈവം എഴുതി തള്ളി ഇരിക്കുകയാണ്. ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആഴമായ വിശ്വാസം മാത്രം മതി നമ്മുടെ സകല പാപങ്ങളും മായ്ച്ചു കളഞ്ഞ് ദൈവമക്കളാക്കി തീർത്ത് സ്വർഗത്തിന് അവകാശികളാക്കി തീർക്കുവാൻ. ഈ കർത്താവിന്റെ കൂട്ടവകാശികളാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. തത്വത്തിൽ ദൈവം നമ്മെ രക്ഷിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും അനുഗ്രഹമായ കാര്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കണം. എന്നാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്ത നിലകളിലുള്ള പാപമുണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നിലകളിലുള്ള പാപം. അപ്പോൾ തന്നെ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വ്യത്യസ്ത നിലകളിലുള്ള ശിക്ഷകളെ കുറിച്ചാണ്. അപ്പോൾ ഒരുവൻ പാപം ചെയ്താൽ രക്ഷിക്കപ്പെടുവാൻ അവസരമുള്ളപ്പോൾ അത് പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ, യേശുക്രിസ്തുവിനോട് രക്ഷ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ അവന് അതിൻ്റെതായിട്ടുള്ള പരിണിത ഫലവും ഉണ്ടാകും എന്ന് നമുക്കറിയാം. നേരത്തെ നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇത് രണ്ടാമത്തെ മരണം. തീപ്പൊയ്കയിലേക്ക് തള്ളുന്ന ഒരു കൂട്ടം ജനത്തെ കുറിച്ച് പറയുകയാണ്. അവരുടെ പാപ പട്ടികയും അവിടെ നിരത്തിയിട്ട് ദൈവം പറയുകയാണ്, അവർക്ക് നിത്യമായ മരണത്തിലേക്ക് പോകേണ്ട ആവശ്യം വരും. നമുക്ക് ദൈവം എന്ത് തന്നു പറയുന്നത്? യേശു ക്രിസ്തുവിൽ നിത്യജീവൻ നൽകിയിരിക്കുന്നു എന്നാ പറയുന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒന്ന് രണ്ട് വാക്യങ്ങളെ ഒന്ന് വായിക്കാം. വ്യത്യസ്ത നിലകളിലുള്ള ശിക്ഷകളെ കുറിച്ച് പഠിക്കുമ്പോൾ വിലാപ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എന്റെ ജനത്തിന്റെ പുത്രിക്ക് ലഭിച്ച ശിക്ഷ ഒരു നിമിഷം കൊണ്ട് ആരും കൈവയ്ക്കാതെ തന്നെ നശിപ്പിക്കപ്പെട്ട സോദോമിന്റേതേക്കാൾ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്കറിയാം, സോദോമും ഗോമോറയും ദൈവം കത്തിച്ച ഒരു സംഭവം നമുക്കറിയാം, അല്ലേ? ആ സമയത്ത് സോദോമും ഗോമോറയും ഇന്ന് പോലും മനുഷ്യവാസയോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുകയാ, അല്ലേ? എന്നിട്ട് ഇവിടെ വചനം വിലാപ പുസ്തകത്തിൽ പറയുകയാണ്, സോദോമിനും ഗോമോറയ്ക്കും ലഭിച്ചതിലും വലിയ ശിക്ഷയാണ് ഇസ്രായേലിന് ദൈവം കൊടുത്തത്. ദൈവത്തിന് മുഖപക്ഷമില്ല, അല്ലേ? ഇസ്രായേൽ ആയാലും കൊള്ളാം, ജാതികളായാലും കൊള്ളാം, തെറ്റ് ചെയ്താൽ ആ തെറ്റിന് തക്കവണ്ണമുള്ള ശിക്ഷ കൊടുക്കും. സോദോമും ഗോമോറയും തെറ്റ് ചെയ്തു, അവർക്ക് ദൈവം ന്യായവിധി അയച്ചു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഇവിടെ വചനം പറയുകയാണ്, വിലാപ പുസ്തകത്തിൽ പറയുകയാണ്, ആ സോദോമിനും ഗോമോറയ്ക്കും കിട്ടിയതിലും അധികമായിട്ടുള്ള പണിഷ്മെന്റ് ആണ് ദൈവം തന്റെ ജനത്തിന് കൊടുത്തത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ ശിക്ഷയുടെ, പാപത്തെ തുടർന്നുള്ള ശിക്ഷയ്ക്ക് അളവിൽ വ്യത്യാസമുണ്ടല്ലേ? സോദോമും ഗോമോറയ്ക്കും കൊടുത്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള ശിക്ഷ ഇസ്രായേലിന് കിട്ടിയെന്നാണ് ഇവിടെ നമ്മൾ വായിച്ചത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 47-48 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. പ്രൈസ് ദി ലോർഡ്. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നവന് വളരെ അടി കിട്ടും. വായിക്കാം. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. അറിയാതെയാണ് ഒരുവൻ അടിക്ക് യോഗ്യമായ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ, അവൻ അറിഞ്ഞാലും കൊള്ളാം, അറിഞ്ഞില്ലെങ്കിൽ കൊള്ളാം, അവൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു പരിഗണന വെച്ച് അടി ഉറപ്പാണ്, അവന് ചെറിയ അടിയേ കിട്ടുകയുള്ളൂ. അപ്പൊ അടി ഉറപ്പാണ്. എന്താണ്? യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനോ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിനുവേണ്ടി ഒരു ചുവടെടുത്ത് വെക്കുവാനോ മനസ്സ് കാണിക്കാത്തവൻ, അറിഞ്ഞിട്ടും അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കാത്തവന് നല്ല അടി കിട്ടും. അപ്പോൾ തന്നെ അവന് അറിവില്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ അടി കിട്ടും. ഒരിക്കൽ എനിക്ക് ഒരു വഴിയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ വണ്ടി ഓടിച്ചു, പെട്ടെന്ന് അവിടെ ബ്ലോക്കായിരുന്നു, അതിലൂടെ വൺ വേ ആയിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ കയറിപ്പോയി. ഒരു പോലീസുകാരൻ അവിടെ നിന്ന് കൈ കാണിച്ചു. ഒരിക്കൽ എയർപോർട്ടിൽ പോയി വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു 1000 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ആകെ 1000 രൂപയേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ വന്നതാ, എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നാൽ 500 രൂപ അടച്ചിട്ട് പോകോളാനാണ് പറഞ്ഞത്. അപ്പൊ അറിയാത്ത ചെയ്താൽ എനിക്ക് ശിക്ഷ ഇളവ് കിട്ടി, 500 രൂപ അടച്ചു. അറിഞ്ഞിട്ട് ഞാൻ ധിക്കാരപൂർവ്വമായി ചെയ്തിരുന്നെങ്കിലോ 1000 രൂപ എൻ്റെ അന്നത്തെ പോക്ക. ഒരു ദിവസം എയർപോർട്ടിൽ പോയി വന്നപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ അറിഞ്ഞു ചെയ്താലും കൊള്ളാം, അറിയാതെ ചെയ്താലും കൊള്ളാം, ഒരുവൻ ഒരു ലംഘനത്തിന് ഉറപ്പായിട്ടും അവന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും, അല്ലേ? അത് നമ്മൾ സ്വീകരിക്കുവാനും ബാധ്യസ്ഥന. ആ ശിക്ഷാ നടപടിയുടെ മുൻപിൽ ഒരുപക്ഷെ
അല്പം വിനയം കാണിച്ചാൽ, അല്ലെങ്കിൽ എനിക്കറിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവിടെ ശിക്ഷയുടെ ആ കാഠിന്യം അല്പം കുറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പറയുകയാണ്, യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ടാണ് അവൻ അനുസരണക്കേട് കാണിക്കുന്നില്ല, അവൻ അടി കൂടുതൽ കിട്ടും. ഒരുപക്ഷെ അറിയാതിരിക്കുകയാണെങ്കിൽ ആ അടിയുടെ ആ കാഠിന്യം അല്പം കുറയുമെന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവേ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കാവതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താണ് പറഞ്ഞത്? സുവിശേഷവുമായി തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചപ്പോൾ സുവിശേഷം കേൾക്കാത്തവർക്ക് സാക്ഷ്യത്തിനായി കാലിലെ പൊടി തട്ടിക്കളഞ്ഞു പോയിക്കൊള്ളുക. കാരണം ന്യായവിധി ദിവസത്തിൽ സോദോമിലും ഗോമോറയിലും അവിടെ പരിസര പ്രദേശത്തൊക്കെ കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ അതേപോലെയുള്ള പാപങ്ങളിൽ കിടക്കുന്നവർക്ക്, അവർക്ക് സഹിക്കാവുന്ന ന്യായവിധി വരുമ്പോൾ എന്റെ സുവിശേഷം നിങ്ങളുടെ കാതുകളിൽ വന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കുന്നവർക്ക് അതിനേക്കാൾ മോശമായ ഭയങ്കരമായ ന്യായവിധി ആയിരിക്കും വരുന്നത് എന്നാണ് കർത്താവ് ഇവിടെ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. കൃപായുഗ സുവിശേഷത്തിൽ 2 തെസ്സലോനിക്ക ലേഖനം 1-8 വാക്യത്തിൽ എന്താ പൗലോസ് പറഞ്ഞത്? സുവിശേഷം അനുസരിക്കാത്തവർക്ക് ദൈവം പ്രതികാരം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. വായിക്കാം. അപ്പോൾ അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രതികാരം. ഇന്ന് പ്രഭാതത്തിൽ ഇങ്ങോട്ട് വരാൻ നേരത്ത് വായിച്ച തിരുവചന ഭാഗം വെളിപ്പാട് പുസ്തകമാണ്. അതിൽ ഇതോടുകൂടെ ദൈവത്തിന്റെ ക്രോധം തീരുകയാണ് എന്ന് പറയുന്ന ഒരു വാക്യം വായിച്ചു പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ അത് വളരെ സ്പർശിച്ചു. കാരണം ദൈവം ഇവിടെ എന്താ പറഞ്ഞത്? സുവിശേഷം അനുസരിക്കാത്തവർക്കും ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും ദൈവം പ്രതികാരം കൊടുക്കും. എത്രത്തോളം കൊടുക്കും? അങ്ങനെ ദൈവമാണ് ഇവിടെ പ്രതികാരം ചെയ്യുന്നത്. ദൈവം പ്രതികാരം ചെയ്ത് വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, ഇതോടെയാണ് ദൈവത്തിന്റെ ക്രോധമൊന്ന് ശമിക്കുന്നത്, തീരുന്നത്. ദൈവത്തിന്റെ ക്രോധം തീരും. ദൈവം ഇന്ന് തുറന്നിട്ടിരിക്കുന്ന കൃപായുഗമുണ്ട്, കൃപായുഗവും തീരും. അപ്പോൾ തന്നെ ദൈവം കൊടുക്കുവാനിരിക്കുന്ന ക്രോധകാലവും അതും തീരും. ഇതെല്ലാം തീർത്തിട്ടേ ദൈവം അടങ്ങുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, രക്ഷയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദാനമാണ്, നമ്മുടെ പ്രവൃത്തിയുടെ കാരണമല്ല, കൃപയാലല്ലോ. വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആ ദാനം ഏറ്റെടുത്തവരാണ് നമ്മൾ. അപ്പോൾ തന്നെ പാപങ്ങൾ, വ്യത്യസ്ത നിലകളിലുള്ള പാപമുണ്ട്. സ്വമേധാ പാപമുണ്ട്, കഠിന പാപമുണ്ട്, ഭയങ്കരമായ പാപമുണ്ട്, അല്ലെ? ആ പാപത്തിന് വലിപ്പച്ചെറുപ്പമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അറിഞ്ഞ് ചെയ്യുന്നവൻ കൂടുതൽ അടിക്ക് യോഗ്യനാണ്, അറിയാതെ ചെയ്യുന്നവനോ കുറവടിയേ കിട്ടുകയുള്ളൂ. പഴയ നിയമത്തിൽ മോശയും തന്റെ ജനം 10 പ്രാവശ്യം പാപം ചെയ്തപ്പോഴാണ് ദൈവം അവരെ ശിക്ഷിക്കുവാൻ തുടങ്ങിയത്. എന്നാൽ മോശ 10 പ്രാവശ്യമൊന്നും പാപം ചെയ്തില്ല, ഒരൊറ്റ പ്രാവശ്യമേ ചെയ്തുള്ളൂ. അതെന്താ കാരണമെന്നറിയാമോ? കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ദൈവം ചോദിക്കും. മോശയ്ക്ക് ദൈവിക വചനങ്ങളും ദൈവിക സാന്നിധ്യങ്ങളും കൂടുതൽ ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ദൈവം മോശയുടെ ഒരു തെറ്റ് പോലും ദൈവം ക്ഷമിച്ചില്ല. കാരണം എന്താ? അവന് കൂടുതൽ കിട്ടിയതാ. കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ചോദിച്ചപ്പോൾ ഒരൊറ്റ പാപത്തിന് ദൈവം അവനെ ശിക്ഷിച്ചു. നീ ഇനി കാനാന്തദേശം കാണണ്ട. എന്നാൽ ജനത്തിന്റെയോ 10 പ്രാവശ്യം അവർ ദൈവത്തോട് പാപം ചെയ്തപ്പോഴാണ് ദൈവം പറഞ്ഞത്, ഈ മനുഷ്യരൊന്നും ഇനി കാനാന്തദേശത്ത് കയറുകയില്ല എന്ന്. കണ്ടോ പാപത്തിന്റെ ഗൗരവത, അല്ലെങ്കിൽ കൂടുതൽ ലഭിച്ചവന്റെ ഗൗരവം മനസ്സിലായോ? നമ്മൾ ഓരോരുത്തരും കൃപായുഗ സുവിശേഷം കേട്ട് വിശ്വസിച്ച് കൂടുതൽ കിട്ടിയവരാ. നമുക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ശിക്ഷയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? കൂടുതൽ കിട്ടിയവനോട് കൂടുതൽ ദൈവം ചോദിക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെ? താലന്തുകളുടെ ഉപമയിലൊക്കെ കർത്താവ് പറഞ്ഞില്ലേ, 5, 10, 2, 1 ഇതൊക്കെ എന്ത് ചെയ്തുവെന്ന് നമ്മൾ കണ്ടില്ലേ, അല്ലെ? ഇതുപോലെ കൂടുതൽ ലഭിച്ചവനോട് കൂടുതൽ ദൈവം ചോദിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മൾ വായിച്ച ഈ പാപത്തിന്റെ പരിണിതമായിട്ടുള്ള കിട്ടേണ്ട ശിക്ഷ അത് ഇസ്രായേലിന് ദൈവം കൊടുത്തപ്പോൾ സോദോമിനും ഗോമോറയ്ക്കും ലഭിച്ചതിലും കൂടുതലായിട്ടുള്ള ശിക്ഷയാണ് എന്ന് പറയുവാനിടയായി തീർന്നു. സുവിശേഷം കേട്ടിടത്ത് തിരസ്കരിക്കുന്നവർക്ക് ആ സോദോമിനും ഗോമോറയ്ക്കും പിന്നെയും സഹിക്കാം. പക്ഷേ സുവിശേഷം കേട്ടവരുടെ അത് തിരസ്കരണം മൂലമുണ്ടാകുന്നത് അവർ ദൈവ ക്രോധത്തിലേക്കാണ് ചെന്നുപെടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട്
വ്യത്യസ്ത നിലകളിലുള്ള പാപമുണ്ട്, വ്യത്യസ്ത നിലകളിലുള്ള ശിക്ഷാവിധിയുമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കുവാനിടയായിത്തീരുന്നു. അവസാനമായി ഒരു വാക്യം കൂടി വായിച്ച് ഈ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപങ്ങൾ കർത്താവ് എഴുതി തള്ളിയത് കൊണ്ട്, പാപത്തിന്റെ ശമ്പളമാണ് മരണം, അല്ലെ? ദൈവം നമ്മളോട് ക്ഷമിച്ചാൽ പിന്നെ ആ പാപം ചെയ്ത വ്യക്തിയോട് ദൈവം ക്ഷമിക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ശിക്ഷിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ക്ഷമിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട എന്ന് പറയുമ്പോൾ ഇരട്ടി ശിക്ഷ കിട്ടുകയും ചെയ്യും. ഇവിടെ വായിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മനസ്സിലായോ? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് യേശു ക്രിസ്തുവിൽ പരിപൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉള്ളവനും ഇല്ലാത്തവനും ഏറിയാൽ 70 അല്ലെങ്കിൽ 80, ഒരു പക്ഷേ 100 വയസ്സ് വരെ ജീവിക്കാം. ഈ ജീവിച്ച് മരണശേഷം നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അവിടെയാണ് ഈ വാക്യങ്ങളുടെ അല്ലെങ്കിൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഇതിന്റെ പ്രാധാന്യത മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ അനുഭവിക്കുന്ന രക്ഷ എത്രയോ വലുതാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, അല്ലെ? ഈ ലോകത്തിലെ ജീവിതങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും ഞെരുക്കത്തിൽ നിന്ന് ഞെരുക്കത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? കർത്താവിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കണം. അതിനെ ഏതൊരു അവസ്ഥയിലൂടെ കടത്തിവിടണമോ അതിലൂടെ ദൈവം നമ്മെ കടത്തിവിടുക. എന്നാൽ സകല മനുഷ്യർക്കും ദൈവം എന്തിനാണ് ഈ കഷ്ടത എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിലൂടെ കർത്താവിലേക്ക് തിരിയുവാനല്ല, കർത്താവിലൂടെ രക്ഷിക്കപ്പെടുന്നതിലുപരിയായിട്ട് ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എല്ലാവരും ബാബേലിയ ഗോപുരങ്ങൾ നിർമ്മിക്കുന്ന ക്രിസ്തീയ സാമൂഹ്യ ഗോളങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്, അല്ലെ? നമുക്കറിയാം 2018 ശേഷം, വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം എല്ലാവരും ഒരു നില പില്ലറിൽ നിർത്തിക്കൊണ്ടാണ് വീട് പണിയുന്നത്. എന്താ കാരണം? ഇനി വെള്ളപ്പൊക്കം ഉണ്ടായാലും ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങരുത്. അപ്പോഴും ദൈവമേ എന്ന് വിളിക്കുവാൻ ആർക്കും താല്പര്യമില്ല, അല്ലെ? ഈ ലോകത്തിലെ ഓരോ സവിശേഷതകളും എടുത്തു നോക്കിയേ, എല്ലാവരും ബാബേലായി തീർന്നുകൊണ്ടിരിക്കുന്ന അനുഭവമാണ്. ദൈവത്തിലേക്ക് കടന്നു വരുന്നില്ല. ഇത്ര സൗജന്യമായിട്ടുള്ള രക്ഷ ദൈവം നമുക്ക് ദാനമായി നൽകിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിലേക്ക് കടന്നു വരുവാനോ അതിന്റെ മഹത്വത്തിലേക്കൊന്ന് നീന്തി തുടിക്കുവാനോ ആർക്കും മനസ്സില്ല. മറിച്ച് ദൈവത്തെ വിട്ടുകൊണ്ട് അവരവർക്ക് തന്നെ പ്രശ്നം പരിഹരിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം പറയുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, സാത്താനെ ഏൽപ്പിക്കുക എന്നുള്ളൊരു പദപ്രയോഗം പൗലോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാം, അല്ലെ? സാത്താനെ ഏൽപ്പിക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, ജോബ് എന്ന് പറയുന്ന മനുഷ്യനെ ഇന്നേ വരെ ഒരു പ്രസംഗത്തിലും ജോബിനെ ഒരു മോശക്കാരനായി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗവും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ജോബിന്റെ തെറ്റുകുറ്റങ്ങളെ ദൈവത്തിന്റെ ആത്മാവിനാൽ എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ ജോബിനെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്താണ് കാര്യം? ജോബിനെ കുറിച്ച് സ്വർഗത്തിൽ സാക്ഷ്യമിടല്ലേ, ഇത്രയും നീതിമാനും ദൈവഭക്തനും അനീതി വിട്ടൊഴിയുന്നവനുമായ ഇവനെ പോലെ നേരുള്ള ഒരുവൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് സ്വർഗം സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യനെ ദൈവം ചെയ്തു, സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്താ കാര്യം? സാത്താനെ ഏൽപ്പിക്കണമെങ്കിൽ അവനിലുള്ളിലുള്ള എന്തോ ഒരു ദൂഷ്യവശം അതും കൂടി പുറത്തെടുത്ത് കളയണം. അവന്റെ ആത്മാവ് ക്രിസ്തുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ഞാൻ അവനെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെടേണ്ടതിനാ സാത്താനെ ഏൽപ്പിച്ചത്, അല്ലേ? ജോബ്, മറ്റൊരു അവസരത്തിൽ നമുക്ക് ജോബിനെ കുറിച്ച് സവിസ്തരം ചിന്തിക്കാമെങ്കിലും ഒരു വാക്കിൽ ഞാനൊന്ന് പരാമർശിച്ചു പോകട്ടെ. ജോബിനെ പോലെ നീതിമാനായിരുന്നൊരു മനുഷ്യൻ, അവന് കഷ്ടങ്ങളും പ്രയാസങ്ങളും, അവന്റെ ഭാര്യ ഉപേക്ഷിച്ച് പോയപ്പോൾ, അവന്റെ മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ, അവന്റെ കന്നുകാലികൾ നഷ്ടപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു. ഇങ്ങനെയൊക്കെ പറയുന്നൊരു മനുഷ്യനുണ്ടോ? ജോബ് എന്ന് പറഞ്ഞാൽ നീതിമാൻ എന്നുള്ള ഒരു പര്യായം യോജിക്കുന്ന ഒരു പേരാണ് ജോബ്, അല്ലെ? ജോബ് എന്ന് കേട്ടാൽ തന്നെ നമുക്കറിയാം, നീതിമാൻ, ഭക്തനായ ഒരു മനുഷ്യൻ. പക്ഷേ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അല്പം മുന്നോട്ട് പോകുമ്പോൾ, അവനെതിരെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ ചുറ്റുമൂടി നിൽക്കുന്ന കൂട്ടുകാർ ഓരോരോ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ നീതീകരിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തി ഞാൻ നീതിമാനാണ് എന്ന് സ്ഥാപിക്കുവാൻ തുനിയുന്നൊരു ജോബിനെ നമുക്ക് കാണാം. ഞാനൊരു സ്ഥലത്തും അതിനെക്കുറിച്ച് പ്രസംഗം കേട്ടിട്ടില്ല, എന്നാൽ നമ്മുടെ ദൈവസഭയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, സ്വയനീതീകരണം എന്ന് പറയുന്നൊരു പാപം
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റെല്ലാം നിങ്ങളാണ് ചെയ്തത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തെറ്റുകാരൻ ദൈവമാണ്. അല്ലേ? നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നീതിമാൻ, ശിക്ഷിക്കുന്ന ദൈവം അന്യായം ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം. ഈ ഒരു ചിന്തയും കൂടി ജോബിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ദൈവത്തിനറിയാം അവനെ പരിപൂർണനാക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ അവസ്ഥകളെ ദൈവം എന്ത് ചെയ്തു? തകർത്ത് 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 തരിപ്പണമാക്കി അവസാനം അവൻ ദൈവത്തോട് വാഗ്വാദം ചെയ്യുകയാ. ജോബ് എന്താ പറഞ്ഞത്? തൻ്റെ ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പിറന്ന ദിവസത്തെ ശപിച്ചുകൊണ്ട്, എനിക്ക് ജന്മം നൽകിയ ദൈവത്തെ, അല്ലെങ്കിൽ അതേപോലെയുള്ള വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ജോബ് പറയുകയാണ്, എന്നെ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ സ്വർണം പോലെ, പുഷ്പം പോലെ ഞാൻ പുറത്തു വരും എന്ന് പറഞ്ഞാൽ എന്നിൽ അനീതി ഇല്ല എന്നാണ് ജോബ് വാദിക്കുന്നത്. ഇവിടെ ദൈവത്തിനെന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട് ദൈവമേ എന്നാണ് ജോബിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ചിന്തകളെയും ദൈവം എന്ത് ചെയ്തു? അവന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുവാൻ വേണ്ടി ഒരു 100ഓളം ചോദ്യങ്ങൾ ചോദിക്കുക. ജോബേ, നീ അരകെട്ടി ഒരുങ്ങിക്കോ, ഞാൻ നിന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാ. ഒരു 100ഓളം ചോദ്യങ്ങളെ ചോദിച്ചു. അപ്പോൾ ദൈവത്തോട് ജോബ് പറയുകയാണ്, അയ്യോ ദൈവമേ, അറിവില്ലാത്ത ആദരങ്ങളുള്ള ഞാൻ, ഭോഷനായി ഞാൻ സംസാരിച്ചു പോയി, അങ്ങയെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ എന്നെ കണ്ടാൽ ഞാൻ കണ്ടിരിക്കുന്നു, ഇനി ഞാൻ ഇങ്ങനെയുള്ള അവിവേകങ്ങളൊന്നും ഞാൻ സംസാരിക്കുകയില്ല. അപ്പോൾ മനസ്സിലായി ജോബിന്, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയി. അറിവില്ലാത്ത വാക്കുകളാൽ ഞാൻ ദൈവത്തെയാണ് ഈ പഴിചാരിയത്, എന്നെ തന്നെ നീതീകരിക്കുവാൻ ദൈവത്തെയാണ് ഞാൻ കുറ്റപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കറിയാം, റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ടല്ലോ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നിൽ നന്മ വസിക്കുന്നില്ല എന്നൊരു സത്യം ഞാൻ മനസ്സിലാക്കുകയാണ്. കണ്ടോ? പുതിയ നിയമസഭയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലെ പ്രഥമ വ്യക്തിയായ പൗലോസിന്റെ കാഴ്ചപ്പാട്, ആ പൗലോസിന് മനസ്സിലായി എനിക്ക് അത്രയും സ്വയം നീതീകരണമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ തന്റെ ജീവിതാനുഭവത്തിലൂടെ കടത്തിപ്പെട്ടപ്പോൾ പൗലോസ് നിലവിളിക്കുകയാണ്, ദൈവമേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ പാപം നിറഞ്ഞ മനുഷ്യനാണ്, ഇതിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് നന്ദി എന്ന് പറയുക. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ സ്വയനീതീകരണം മാറ്റിവെച്ചുകൊണ്ട് വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. മനസ്സിലായോ? പഴയ നിയമ ഭക്തനായ, അല്ലെങ്കിൽ പഴയ നിയമഭക്തൻ എന്ന് പറയാൻ കഴിയുകയില്ല, അബ്രാഹത്തിന്റെ സമകാലീനാണ് ജോബ്. ദൈവത്തെക്കുറിച്ച് ഒരു കേട്ട മനുഷ്യനാ. അദ്ദേഹത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു ജീവിത നിലവാരം, ആത്മിക നിലവാരം ഉണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ഈ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 4000 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നിന്നുകൊണ്ട് ജോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്വയനീതീകരണ മനോഭാവം, അവസ്ഥകൾ വരുമ്പോൾ, അല്ലേ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കത്തിക്കാതെ വെച്ചിരിക്കുന്ന ഒരു പടക്കത്തിന് സമാനമാണ് നമ്മളെല്ലാവരും. ഒരു തീപ്പെട്ടി ഉറച്ച് അതിന്റെ അടുക്കൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ മനുഷ്യന്റെ സ്വഭാവം പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? പടക്കത്തിന് തിരികൊളുത്താതിരുന്നാൽ ഒരു കുഴപ്പവുമില്ല, വളരെ സമാധാനകാംക്ഷിയായ പടക്കം. പക്ഷേ ഒന്ന് കത്തിച്ചു നോക്കണം, അപ്പോൾ അറിയാം അവന്റെ സ്വഭാവം. ഇതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും. പൗലോസ് പറയണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യനാ, അല്ലേ? ജോബിന് പിന്നീട് അത് മനസ്സിലായത്. പൗലോസിന് വെളിപ്പാട് കിട്ടിയ പൗലോസിന് കാര്യം പിടികിട്ടി. എത്രയോ മഹത്വമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ അബ്രാഹത്തിന്റെ സന്തതിയാണ്, 8-ാം നാളിൽ പരിച്ഛേദനപ്പെട്ടവനാണ്, ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്, ന്യായപ്രമാണ സംബന്ധമായി ഞാൻ പരീശനാണ്, അനന്യനാണ് ഒക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ താൻ എന്തൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ക്രിസ്തുവിനെ നേടേണ്ടതിന് തനിക്ക് ലാഭമായിരുന്നു ഇതൊക്കെയും വിട്ടുകളഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ ശുദ്ധീകരണത്തിന്റെ പടിയിൽ ദൈവത്തിന്റെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തോട് പറയുകയാണ്, അയ്യോ ഞാൻ എത്രയോ പാപമുള്ള മനുഷ്യനാ, ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? മനുഷ്യനെ കൊണ്ട് പറ്റുന്നില്ല, ന്യായപ്രമാണത്തെ കൊണ്ട് പറ്റുന്നില്ല, ഈ ലോകത്തിന്റെ മറ്റെന്തെങ്കിലും തീർത്ഥാടനം കൊണ്ട് കഴിയാത്ത സംഭവങ്ങളൊക്കെയും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കിട്ടുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് സാധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരു ശുദ്ധീകരണമല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മെ തന്നെ നീതീകരിക്കാത്ത ഒരു അനുഭവം, ഒരു ക്രിസ്തീയ ജീവിതം. നമ്മൾ എന്താണ് ചിന്തിച്ചത്? 4 കാര്യം ചിന്തിച്ചു. 1, നമ്മുടെ രക്ഷയെക്കുറിച്ച് ചിന്തിച്ചു. 2, നമ്മുടെ പാപത്തെക്കുറിച്ച് ചിന്തിച്ചു. 3, പാപ സംബന്ധമായി അതിന് ലഭിക്കാവുന്ന ശിക്ഷയെക്കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ തന്നെ സ്വയനീതീകരണം എന്നുള്ള ഒരവസ്ഥ, അത് എത്ര വലിയ ജോബായാലും എത്ര വലിയ പൗലോസായാലും അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവത്തെ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുത്തു കളയുന്നൊരു സിസ്റ്റമാണ്. അവനെ സാത്താൻ ഏൽപ്പിക്കുക.
സാത്താനെ ഏൽപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ അതിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഉരുട്ടി കുഴച്ച് മറ്റേ പൊറോട്ടയ്ക്ക് മാവ് ഒഴിക്കുന്നത് പോലെ ആയിരിക്കും. അവസാനം പൊറോട്ടയായി പുറത്തു വരും. മനസ്സിലായോ? ഒരു മനുഷ്യരെ അങ്ങനെ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പക്ഷേ നേരെ ചൊവ്വേ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ദൈവവചനത്തിൽ നിന്നും ഉൾക്കാഴ്ചയുള്ളവരായി തെറ്റുകളെ തിരുത്തി കഴിഞ്ഞാൽ കാക്ക കണ്ടറിയും, കൊക്ക് കൊണ്ടറിയും. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കുവാനും ദൈവസഭയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്ന് അറിയാനും വേണ്ടിയാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ബുദ്ധി ഉപദേശമായി തന്നിരിക്കുക. അതുകൊണ്ട് ആരും തന്നെ നീതീകരിക്കേണ്ട. ദൈവസന്നദ്ധയിൽ ദൈവം നൽകിയ രക്ഷയെ ഓർത്ത് ദൈവത്തിന്റെ വചനങ്ങളെ ആഴമായി മനസ്സിലാക്കി ഒരു താഴ്മയുള്ള ഹൃദയത്തോടുകൂടി ജീവിക്കുവാൻ ഇടയായിത്തീരണം. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കഷ്ടതയാണ്, നഷ്ടതയാണ്, പ്രയാസമാണ് എന്നൊക്കെ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിനേഷേ, അവർ ഒരു ഘട്ടം ഒന്ന് ഇറക്കി പിടിക്കട്ടെ. പണ്ട് ഞാൻ 4 നില വീട്ടിൽ കിടന്നവനായിരിക്കാം, ഇന്ന് അതിനുള്ള യോഗമില്ല. അപ്പോൾ 4 നില വിട്ട് 3 നിലയാക്കിക്കോട്ടെ, ഒരു ഘട്ടം ഇറക്കി പിടിക്കട്ടെ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ വാക്ക്. ശരിയല്ലേ? നമുക്കൊരു ജീവിതത്തിന്റെ അനുഭവത്തിൽ കഷ്ടത വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 കട്ടയും കൂടി കയറ്റി പിടിക്കാനല്ല നോക്കേണ്ടത്, ഒരു കട്ടയും കൂടി ഇറക്കി പിടിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് അതൊരു ആദായമാണെന്നാ പറയുന്നത്. ആദായം ഞാൻ വളരെ ചിന്തിക്കുവാനിടയായി തീർന്നു. നമുക്കറിയാം, പറമ്പൊക്കെ ഉണ്ടെങ്കിൽ ചക്ക, മാങ്ങ, തേങ്ങ, ഇതൊക്കെയാണ് നമുക്ക് ആദായം എന്ന് പറയുന്നത്. റബ്ബറൊക്കെ അല്ലേ? ഇവിടെ പറയുന്നു ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നത് അതൊരു ആദായമാണെന്നാ പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ റേഞ്ചിലേക്ക് എത്തണം. പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ റേഞ്ചിലേക്ക്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ സകലത വിട്ട്, തന്റെ പാരമ്പര്യം വിട്ട്, പദവി വിട്ട്, ഞാനെന്തോ വലിയ രാജകുലത്തിൽ പിറന്നവനാണെന്നുള്ളതെല്ലാം വിട്ട് കട്ടകൾ ഓരോന്നായി ഇറക്കി പിടിച്ച പൗലോസിനെ നമ്മൾ കാണുന്നത് അല്ലേ? എത്ര കട്ട പൗലോസ് ഇറക്കി പിടിച്ചു. പണ്ട് ഈ കട്ടകളൊക്കെ കയറ്റി പിടിച്ച പൗലോസിനെ നമ്മൾ കണ്ടതല്ലേ? അബ്രാഹത്തിന്റെ സന്തതി എന്ന കട്ട, ബെഞ്ചമിൻ ഗോത്രക്കാരൻ എന്ന കട്ട അല്ലേ? രാജകീയ കുലത്തിൽ പിറന്നവൻ, പരിച്ഛേദന ചെയ്യപ്പെട്ടവൻ, 8ാം നാളിൽ പരീശൻ, ഗമാലിയേലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചവൻ, ഇതൊക്കെ ഉണ്ടായിരുന്ന പൗലോസ് 6 കട്ട കയറ്റിപ്പിടിച്ച പൗലോസ് ഈ കട്ടകളെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് അവസാനം ജയിലിൽ കിടക്കുകയാണ്. എന്തിനു വേണ്ടി? കർത്താവിന്റെ സുവിശേഷ സംബന്ധമായി. ഈ മനുഷ്യനാണ് വെളിപ്പാട് ലഭിച്ചത്. ഈ മനുഷ്യനാണ് ആത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിച്ചത്. ഈ മനുഷ്യനെ കൊണ്ടാണ് 13-14 ലേഖനങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചത്. അങ്ങനെയുള്ളൊരു നിലവാരത്തിലേക്ക് വന്നാൽ മാത്രമാണ് ഈ പറയുന്ന പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ കട്ട ഇറക്കി പിടിച്ചാൽ സ്വർഗത്തിൽ കർത്താവ് കട്ട കയറ്റി പണിതോളും. കാര്യം പിടി കിട്ടിയോ? എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. താഴ്ന്ന നിലത്തിലെ നീരോടു ഒരു താഴ്മയുടെ അനുഭവമാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ക്രിസ്തീയ മാർഗം, ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല. മതം എന്ന് പറയുന്നത് എന്താ? മനുഷ്യന്റെ ബുദ്ധിയിൽ ഊരിത്തിരിഞ്ഞ ചിന്തകളും ആശയങ്ങളുമാണ് മതം എന്ന് പറയുന്നത്. എന്നാൽ മാർഗം എന്ന് പറയുന്നതോ സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്റെ സൃഷ്ടികളായ മക്കൾക്ക് വേണ്ടി നൽകപ്പെട്ട മാർഗമാണ് മാർഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദൈവവചനമാണ് മാർഗം എന്ന് പറയുന്നത്. ഇത് മാർഗമാണ്, ക്രിസ്തീയ മാർഗം. ഇതിൽ തിരുവചനം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാരൊക്കെയും എളിമയുള്ള ജീവിതം നയിച്ചവരാണ്. മനസ്സിലായോ? കട്ട കയറ്റി പണിയാൻ ആരും ശ്രമിച്ചിട്ടില്ല. നമ്മുടെയൊക്കെയും ജീവിതത്തിന്റെ അനുഭവത്തിൽ നമ്മൾ എത്രത്തോളം താഴുന്നുവോ അത്രത്തോളം ദൈവം ഉയർത്തുവാനിടയായിത്തീരും. എങ്ങനെ? ആത്മീകമായി ഉയർത്തുവാനിടയായിത്തീരും. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും, തന്നെത്താൻ ഉയർത്തുന്നവനെ ദൈവം താഴ്ത്തും. ക്രൈസ്തവരോട് ചിലപ്പോഴും പറയാറുണ്ടല്ലോ, കൈസറുടെ പേര് എടുത്ത് പട്ടിക്ക് ദൈവം വിട്ടുകൊടുത്തു അല്ലേ? അന്ന് തന്നെത്താൻ ഉയർത്തി ദൈവത്തോളം ആക്കിയവനെ അവനെ ദൈവം താഴ്ത്തി അവന്റെ പേര് പട്ടിക്കിട്ട് കൊടുത്തു. മനസ്സിലായോ? ഒന്നുമില്ലാതിരുന്ന, പാപങ്ങളാലും അതിക്രമങ്ങളാലും മരിച്ചിരുന്ന നമ്മെ സൗജന്യമായി രക്ഷിച്ചെടുത്ത് കർത്താവിന്റെ ശരീരമാകുന്ന സഭയാക്കി ദൈവം പണിത് ഉയർത്തുകയാണ്. ആ സഭ നാം ഓരോ ആത്മീക ഗൃഹമായി പണിതുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ കട്ടകളെ പൊളിച്ചു കളയുമ്പോൾ ദൈവം ഓരോ കട്ട കയറ്റി ദൈവം പണിതുകൊണ്ടിരിക്കും. ആ ദൈവസഭയുടെ പണി പൂർത്തീകരിക്കും. കർത്താവ് നമ്മെ ചേർക്കും. ഈ സന്ദേശത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.